കണ്ണൂർ ജില്ലയിൽ നാപ്കിൻ സംസ്കരണത്തിനും കക്കൂസ് മാലിന്യ സംസ്കരണത്തിനും സംവിധാനമില്ലാത്തത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി TJ അരുൺ. ഇതിനായി ആധുനിക പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം നടന്നുവരികയാണ്. മാലിന്യത്തിന്റെ പേരിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് പഴി കേൾക്കേണ്ടി വരുന്നത്. എന്നാൽ മാലിന്യത്തിന്റെ ഉത്തരവാദിത്തം അത് ഉണ്ടാക്കുന്നവർക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ ക്ലീൻ കേരള കോൺക്ലേവിന്റെ ഭാഗമായി നടന്ന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TJ അരുൺ. സാനിറ്ററി നാപ്കിൻ സംസ്കരിക്കാൻ സംവിധാനമില്ലാത്തത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി TJ അരുൺ പറഞ്ഞു. കത്തിക്കുക എന്നതു മാത്രമാണ് ഇപ്പോഴത്തെ പോംവഴി. സുരക്ഷിത സംവിധാനങ്ങളോടെ വേണം കത്തിക്കാൻ. അതിനും സംവിധാനമില്ല. നാപ്കിൻ സംസ്കരണത്തിനായി കണ്ണൂരിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമം നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിന് ജില്ലയിൽ 3 കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാണ് കക്കൂസ് മാലിന്യം ശേഖരിക്കുന്നത്. എന്നാൽ ഇത് പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതിന് പരിഹാരം എന്ന നിലയിലാണ് സംസ്കരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ശ്രമം നടത്തുന്നതെന്നും TJ അരുൺ പറഞ്ഞു. ഈ നമ്മൾ സാനിറ്ററി നാപ്കിനും കുട്ടികളുടെ സാനിറ്ററി പാഡുകളും ഇത്തരം കാര്യങ്ങളൊക്കെ സംസ്കരിക്കാൻ വേണ്ടി എന്ത് സംവിധാനം ചോദിച്ചാൽ ജില്ലയിൽ എവിടെയില്ല. അതാണ് ഇപ്പോഴും നമ്മൾ ചുരുട്ടിക്കെട്ടിയിട്ട് ആൾക്കാർക്കില്ലാത്ത അല്ലെങ്കിൽ ആളില്ലാത്ത ഏരിയകളൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടി ഡംപ് ചെയ്യുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ 1-2 തവണ നോക്കി. എന്ന് വെച്ചാൽ അതിന് നമുക്ക് നിലവിലുള്ള ഇത് പ്രകാരം അത് കത്തിച്ച് കളയാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അതിന് വേറെ ഒന്നും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് അതിന് അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വേണം. അത് നമ്മുടെ ജില്ലയിൽ ഇവിടെ ഇല്ല. മറ്റ് ഏതോ ജില്ലയിലുള്ള ഒരു ഏജൻസി വന്നു ഞങ്ങൾ ഇവിടെയായിട്ട് ടൈപ്പ് ആക്കി നോക്കുമ്പോൾ അത് അത്ര ഫീസിബിൾ അല്ല. അവർക്ക് 1 കിലോ ഈ വേസ്റ്റ് എടുക്കുന്നതിന് 50 രൂപ കൊടുക്കണം. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു 2-3 ദിവസം വന്നിട്ട് എനിക്ക് അവർ എടുക്കുന്നുണ്ടാവും. അവർ കൃത്യമായ ബാഗ് എടുത്തിട്ട് ആ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചാൽ അത് അവർ കൊണ്ടുപോയിരുന്നു. പക്ഷെ അതത്ര ഫീസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ജില്ലയിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി നമ്മൾ 2-3 പ്ലാന്റുകൾ ജില്ലയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ എന്നാണ് അതിന് പറയുന്നത്. അത് ബ്ലോക്ക് തലത്തിലോ ഒക്കെയാണ് അതിന്റെ പ്ലാന്റുകൾ വരുന്നത്. അതിന്റെ ക്രമീകരണങ്ങൾ നടന്നു വരുന്നുണ്ട്. മാലിന്യത്തിന്റെ പേരിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് എപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്നത്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നാണ് നാം പറയുന്നത്. അതിനാൽ മാലിന്യത്തിന്റെ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം മറന്നുപോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിതകർമ്മസേനക്ക് 50 രൂപ യൂസർ ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനെതിരെയും വിമർശനമാണ്. 50 രൂപ കൊണ്ട് ഒന്നും നടക്കില്ല എന്നറിയാം. എന്നാലും ഇത് കൊടുക്കാൻ പോലും പലർക്കും വൈമനസ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായ എൻഫോഴ്സ്മെന്റ് ടീമാണ് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 7 ടീമുകൾ നിലവിലുണ്ട്. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഫൈൻ ഈടാക്കേണ്ടി വരുന്നതെന്നും TJ അരുൺ പറഞ്ഞു. കേരളത്തിന്റെ അന്തരീക്ഷം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണെന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നമ്മൾ നേരിടേണ്ടി വരുമെന്നും ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ E സോമശേഖരൻ പറഞ്ഞു. കേരളം എപ്പോഴും ദുരന്തങ്ങളുടെ ഭൂമിയായി മാറുന്നതാണ്. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുറത്ത് കാണുന്ന പകിട്ടൊന്നും കേരളത്തിനില്ല എന്നുള്ളത് ഒരു 5 മിനിറ്റ് നമ്മൾ ഏതെങ്കിലും ഡാറ്റകളിലൂടെ ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും. വളരെ സീറോ ആണ് ഈ കേരളം എന്നുള്ളത്. പുറത്ത് നമ്മൾ പറയുന്ന ഒരുപാട് വികസന മോഡലുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഏറ്റവും ഞങ്ങൾ അഭ്യർത്ഥിക്കുക, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോവുക തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർ. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ വൃത്തി 2025 ദി ക്ലീൻ കേരള കോൺക്ലേവിന്റെ ഭാഗമായാണ് കണ്ണൂരിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. കണ്ണൂർ പ്രസ് ക്ലബ്ബുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. KUWJ പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നിയമവശങ്ങളും എന്ന വിഷയത്തിൽ റിട്ടയർഡ് ശുചിത്വ മിഷൻ കോർഡിനേറ്റർ KR അജയകുമാർ ക്ലാസ് എടുത്തു. ജില്ലയിലെ നിലവിലുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ അവലോകനവും വിലയിരുത്തലുകളും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ KM സുനിൽകുമാറും അവതരിപ്പിച്ചു. ഹോട്ടൽ റെയിൻബോ സൂട്ടിൽ നടന്ന പരിപാടിയിൽ KUWJ സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, വൃത്തി ക്യാമ്പയിൻ കോർഡിനേറ്റർ സുനിൽ ദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.